നമസ്കാരം, ഏവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2022 ജനുവരിയിൽ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഏതാനും കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നീ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാനിയിൽ നിലവിൽ വന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസായി ആഘോഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസായി ആഘോഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നെക്സ്റ്റ് പോയിന്റ്: ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് ഹലോ വോട്ടേഴ്സ് എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൺലൈൻ വെബ് റേഡിയോ പുറത്തിറക്കി. ദേശീയ സമ്മതിദാന ദിനത്തോടനുബന്ധിച്ച് ഹലോ വോട്ടേഴ്സ് എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൺലൈൻ വെബ് റേഡിയോ പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഓൺലൈൻ വെബ് റേഡിയോ ആണ് ഹലോ വോട്ടേഴ്സ്. ദേശീയ സമ്മതിദാന ദിനത്തോടനുബന്ധിച്ച് ഹലോ വോട്ടേഴ്സ് എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൺലൈൻ വെബ് റേഡിയോ പുറത്തിറക്കി. നെക്സ്റ്റ്: ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഉത്തരാഖണ്ഡിൽ ഒരു ദിവസത്തേക്ക് സൃഷ്ടി ഗോസ്വാമി മുഖ്യമന്ത്രി പദം അലങ്കരിച്ചു. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഉത്തരാഖണ്ഡിൽ ഒരു ദിവസത്തേക്ക് സൃഷ്ടി ഗോസ്വാമി മുഖ്യമന്ത്രി പദം അലങ്കരിച്ചു. പെൺകുഞ്ഞുങ്ങൾക്കായുള്ള ദേശീയ ദിനമായ ജനുവരി 23 സൃഷ്ടി മുഖ്യമന്ത്രി ആയത്. പെൺകുഞ്ഞുങ്ങൾക്കായുള്ള ദിനമാണ് ജനുവരി 23. ജനുവരി 23 സൃഷ്ടി ഗോസ്വാമി മുഖ്യമന്ത്രി പദം അലങ്കരിച്ചത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വസതിയായ വേദനിലയം മ്യൂസിയമായി മാറ്റാൻ തീരുമാനിച്ചു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വസതിയായ വേദനിലയം മ്യൂസിയമായി മാറ്റാൻ തീരുമാനിച്ചു. ഗുജറാത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പേര് കമലം എന്നാക്കി മാറ്റി. ഗുജറാത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പേര് കമലം എന്നാക്കി മാറ്റി. നെക്സ്റ്റ് പോയിന്റ്: പെൺകുട്ടികളുടെ വിവാഹപ്രായ ഏകീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജയ ജെയ്റ്റ്ലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായ ഏകീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജയ ജെയ്റ്റ്ലി കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് ലഡാക്കിലെ പുഗ വില്ലേജിൽ സ്ഥാപിതമാകും. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് ലഡാക്കിലെ പുഗ വില്ലേജിൽ സ്ഥാപിതമാകും. നെക്സ്റ്റ്: ഐഷ അസീസ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റായി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റാണ് ഐഷ അസീസ്. 25 വയസ്സുള്ള ഐഷ കാശ്മീരി സ്വദേശിനിയാണ്. ഐഷ അസീസ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റായി. സമഗ്ര ശിക്ഷ സ്കീമിന്റെ കീഴിലുള്ള സ്കൂളുകളുടെയും ഹോസ്റ്റലുകളുടെയും പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. സമഗ്ര ശിക്ഷ സ്കീമിന്റെ കീഴിലുള്ള സ്കൂളുകളുടെയും ഹോസ്റ്റലുകളുടെയും പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 2021 ഫെബ്രുവരി 1 ഇന്ത്യൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2021 യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 2021 യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 2021 ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് 2021 ഫെബ്രുവരി 1 ഇന്ത്യൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മേഘാലയയിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റീൽ ആർച്ച് പാലമായ വഹ്റു പാലം സ്ഥാപിതമായി. മേഘാലയയിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റീൽ ആർച്ച് പാലമായ വഹ്റു പാലം സ്ഥാപിതമായി. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റീൽ ആർച്ച് പാലമാണ് വഹ്റു പാലം. വഹ്റു പാലം സ്ഥിതി ചെയ്യുന്നത് മേഘാലയ. 2020 മിസ് ഇന്ത്യയായി മാനസ വാരണാസി, മിസ് ഗ്രാൻഡായി മനിക ഷിയോക്കൺ, റണ്ണറപ്പായി മന്യ സിംഗ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. 2020 മിസ് ഇന്ത്യ മാനസ വാരണാസി. 2020 മിസ് ഗ്രാൻഡ് ഇന്ത്യയായി തെരഞ്ഞെടുത്തത് മനിക ഷിയോക്കൺ. മനിക ഷിയോക്കൺ 2020 മിസ് ഗ്രാൻഡ് ഇന്ത്യ. നെക്സ്റ്റ്: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയായ വാസുകി സർവീസ് ആരംഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയാണ് വാസുകി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയാണ് വാസുകി. ഹൈദരാബാദ് നഗരത്തെ 2020 ട്രീ സിറ്റി ഓഫ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടു.
2020 ട്രീ സിറ്റി ഓഫ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് ഹൈദരാബാദ്. ഹൈദരാബാദ് നഗരത്തെ 2020 ട്രീ സിറ്റി ഓഫ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂഡൽഹി 11ാം ലോക പ്രോട്ടോകോൾ കോൺഗ്രസിന്റെ വേദിയായി മാറി. 11ാം ലോക പ്രോട്ടോകോൾ കോൺഗ്രസിന്റെ വേദി ന്യൂഡൽഹി. 11ാം ലോക പ്രോട്ടോകോൾ കോൺഗ്രസിന്റെ വേദിയായി തിരഞ്ഞെടുത്തത് ന്യൂഡൽഹി. നെക്സ്റ്റ്, തെലങ്കാനയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചത് തെലങ്കാനയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചത് തെലങ്കാനയിൽ. ബംഗ്ലാദേശിന്റെ 50ാമത്തെ സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ധാക്ക, ഇന്ത്യയിലെ ന്യൂ ജയ്വായ്ഗുരി എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ട്രെയിൻ സർവീസ് ആരംഭിക്കും. ബംഗ്ലാദേശിന്റെ 50ാമത്തെ സ്വാതന്ത്ര്യദിന വാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ധാക്ക, ഇന്ത്യയിലെ ന്യൂ ജയ്വായ്ഗുരി എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ട്രെയിൻ സർവീസ് ആരംഭിക്കും. പുതുച്ചേരിയിലെ മുഖ്യമന്ത്രി എൻ രംഗസ്വാമി. പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിയാണ് എൻ രംഗസ്വാമി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മൊബൈൽ ആപ്പ് സ്റ്റോറാണ് മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മൊബൈൽ ആപ്പ് സ്റ്റോറാണ് മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മൊബൈൽ ആപ്പ് സ്റ്റോറാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC റെയിൽവേ ടെർമിനൽ ബാംഗ്ലൂരുവിൽ സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC റെയിൽവേ ടെർമിനൽ ബാംഗ്ലൂരിൽ സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC റെയിൽവേ ടെർമിനൽ ബാംഗ്ലൂരിൽ സ്ഥാപിതമായി. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഗുൽമാർഗിൽ വിന്റർ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഗുൽമാർഗിൽ വിന്റർ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വിന്റർ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലം ഗുൽമാർഗ്. നെക്സ്റ്റ്, തെലങ്കാനയിലെ രാമഗുണ്ടം എന്ന സ്ഥലത്ത് 100 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരും. തെലങ്കാനയിലെ രാമഗുണ്ടം എന്ന സ്ഥലത്ത് 100 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്ന സ്ഥലമാണ് തെലങ്കാനയിലെ രാമഗുണ്ടം. വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യക്ക് 140ാം സ്ഥാനം. വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 140. ഐസ്ലാൻഡ് 1ാം സ്ഥാനം നേടി. വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യം ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 140. അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും പിന്നിലുള്ള രാജ്യം. 156ാമത് സ്ഥാനമാണ് അഫ്ഗാനിസ്ഥാന്. വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 140. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. സ്ഥാനം 156. 1ാം സ്ഥാനം ഐസ്ലാൻഡ്. പഞ്ചാബിൽ 2021 ഏപ്രിൽ 1 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു. പഞ്ചാബിൽ 2021 ഏപ്രിൽ 1 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു. ആഗോള പട്ടിണി സൂചികയിൽ 116 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 101ാം സ്ഥാനത്ത്. ആഗോള പട്ടിണി സൂചികയിൽ 116 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 101. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് രാജസ്ഥാനിൽ നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വന്നത് രാജസ്ഥാനിൽ. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വന്നത് രാജസ്ഥാനിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എൻകോർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എൻകോർ. പ്രിയങ്ക മോഹിതെ മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായി. പ്രിയങ്ക മോഹിതെ മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായി. മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രിയങ്ക മോഹിതെ. മെഡിക്കൽ ഓക്സിജൻ നീക്കം വേഗത്തിലാക്കുന്നതിന് ഇന്ത്യൻ നാവികസേന സമുദ്ര സേതു സെക്കൻഡ് എന്ന പദ്ധതി ആരംഭിച്ചു. മെഡിക്കൽ ഓക്സിജൻ നീക്കം വേഗത്തിൽ ആക്കുന്നതിന് ഇന്ത്യൻ നാവികസേന സമുദ്ര സേതു സെക്കൻഡ് എന്ന പദ്ധതി ആരംഭിച്ചു.
സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ സത്യജിത് റേ പുരസ്കാരം ഏർപ്പെടുത്തി. സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ സത്യജിത് റേ പുരസ്കാരം ഏർപ്പെടുത്തി. ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇ കോർട്ട് സർവീസസ് എന്ന ആപ്പ് ആരംഭിച്ചു. ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇ കോർട്ട് സർവീസസ് എന്ന ആപ്പ് ആരംഭിച്ചു. രാജ്യത്തെ ആദ്യ ക്രിപ്റ്റോഗാമിക് ഉദ്യാനം ഉത്തരാഖണ്ഡിലെ ദിയോ ബാനിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ ക്രിപ്റ്റോഗാമിക് ഉദ്യാനം നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡിലെ ദിയോ ബാനിൽ. രാജ്യത്തെ ആദ്യ ക്രിപ്റ്റോഗാമിക് ഉദ്യാനം നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡിലെ ദിയോ ബാനിൽ. താലിബാൻ നിയന്ത്രണമേറ്റെടുത്ത അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള രക്ഷാ ദൗത്യത്തിന് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് നാമകരണം ചെയ്തു. താലിബാൻ നിയന്ത്രണമേറ്റെടുത്ത അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള രക്ഷാ ദൗത്യത്തിന് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് നാമകരണം ചെയ്തു. ഹാരപ്പൻ നാഗരികതയുടെ ഭാഗമായ ധോളവീര യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. ധോളവീര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഹാരപ്പൻ നാഗരികതയുടെ ഭാഗമായ ധോളവീര യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. ഇന്ത്യയിൽ നിന്നും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന 40ാമത്തെ പൈതൃക കേന്ദ്രമാണ് ധോളവീര. മികച്ച ടൂറിസം വില്ലേജായി വിനോദസഞ്ചാര മന്ത്രാലയം നോമിനേറ്റ് ചെയ്തത് മേഘാലയയിലെ കോൺതാങ് വില്ലേജ്. മികച്ച ടൂറിസം വില്ലേജായി വിനോദസഞ്ചാര മന്ത്രാലയം നോമിനേറ്റ് ചെയ്ത പ്രദേശമാണ് മേഘാലയയിലെ കോൺതാങ് വില്ലേജ്. മേഘാലയയിലെ കോൺതാങ് വില്ലേജാണ് മികച്ച ടൂറിസം വില്ലേജായി വിനോദസഞ്ചാര മന്ത്രാലയം നോമിനേറ്റ് ചെയ്തു. ടൈം മാഗസിന്റെ 2021 ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളുടെ പട്ടികയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇടം പിടിച്ചു. ടൈം മാഗസിന്റെ 2021 ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളുടെ പട്ടികയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇടം പിടിച്ചു. കാകതീയ രാജവംശത്തിന്റെ ഭരണകാലമായ AD 1213 നിർമ്മിച്ച തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. കാകതീയ രാജവംശത്തിന്റെ ഭരണകാലമായ AD 1213 നിർമ്മിച്ച തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. 2021 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 46ാം സ്ഥാനം. 2021 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 46. 2021 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യം സ്വിറ്റ്സർലൻഡ്. 2021 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 46, 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. രാജ്യത്തെ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് ശക്തിയും വേഗവും പകരാനായി 100 ലക്ഷം കോടി രൂപയുടെ ഗതി ശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് ശക്തിയും വേഗവും പകരാനായി 100 ലക്ഷം കോടി രൂപയുടെ ഗതി ശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ദേശീയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആത്മനിർഭർ സ്വസ്ഥ് ഭാരത് യോജന. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ദേശീയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആത്മനിർഭർ സ്വസ്ഥ് ഭാരത് യോജന. ഐക്യരാഷ്ട്രസഭയിലെ മനുഷ്യാവകാശ സമിതിയിലേക്ക് ഇന്ത്യ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി ഇന്ത്യൻ അമേരിക്കൻ വംശജനായ രാജ് അയ്യർ നിയമിതനായി. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി ഇന്ത്യൻ അമേരിക്കൻ വംശജനായ രാജ് അയ്യർ നിയമിതനായി. അർജന്റീന ഗർഭഛിദ്രത്തിന് അനുമതി നൽകിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായി മാറി. ഗർഭഛിദ്രത്തിന് അനുമതി നൽകിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയത് ടെസ്ല സ്പേസ് എക്സ് കമ്പനികളുടെ മേധാവിയായ എലോൺ മസ്ക്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി.
ടെസ്ല, സ്പേസ് എക്സ് കമ്പനികളുടെ മേധാവി ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. പോർച്ചുഗൽ പ്രസിഡന്റായി മാർസെലോ റെബേലോ ഡിസൂസ വീണ്ടും അധികാരമേറ്റു. പോർച്ചുഗൽ പ്രസിഡന്റ് മാർസെലോ റെബേലോ ഡിസൂസ. പോർച്ചുഗൽ പ്രസിഡന്റ് മാർസെലോ റെബേലോ ഡിസൂസ. 2021 G7 ഉച്ചകോടിയുടെ വേദി ബ്രിട്ടൻ. 2021 G7 ഉച്ചകോടിയുടെ വേദി ബ്രിട്ടൻ. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി ഇന്ത്യൻ വംശജയായ വനിത ഗുപ്ത നിയമിതയായി. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി ഇന്ത്യൻ വംശജയായ വനിത ഗുപ്ത നിയമിതയായി. യുഎസിന്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നിയമിതനായി. യുഎസിന്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. യുഎസിന്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രി മാരിയോ ദ്രാഗി. ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രി മാരിയോ ദ്രാഗി. 2021 വനിതാ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച പ്രമേയമാണ് വുമൺ ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ്. വുമൺ ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ് എന്നതാണ് 2021 വനിതാ ദിനത്തിൻ്റെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച പ്രമേയം. ജോർജിയയുടെ പ്രധാനമന്ത്രി ഇറാക്ലി ഗാരിബഷ്വിലി. ജോർജിയയുടെ പ്രധാനമന്ത്രി ഇറാക്ലി ഗാരിബഷ്വിലി. സെൻട്രൽ അമേരിക്കൻ രാജ്യമായ എൽ സാൽവദോറിനെ ആദ്യ മലമ്പനി മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ആദ്യ മലമ്പനി മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രാജ്യമാണ് സെൻട്രൽ അമേരിക്കൻ രാജ്യമായ എൽ സാൽവദോർ. എൽ സാൽവദോറിനെ ആദ്യ മലമ്പനി മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. അടുത്തിടെ ദയാവധം നിയമപരമാക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ 7ാമത്തെ രാജ്യം സ്പെയിൻ. അടുത്തിടെ ദയാവധം നിയമപരമാവുന്നതിനുള്ള ബിൽ പാസാക്കിയ 7ാമത്തെ രാജ്യമാണ് സ്പെയിൻ. ദയാവധം നിയമപരമായ ബിൽ പാസാക്കിയ ആദ്യ രാജ്യം നെതർലൻഡ്. ചൈനയുമായി സഹകരിച്ച് UAE ഹയാത്ത് വാക്സ് എന്ന പേരിൽ കോവിഡ് വാക്സിൻ നിർമ്മിക്കും. ചൈനയുമായി സഹകരിച്ച് UAE നിർമ്മിക്കുന്ന വാക്സിനാണ് ഹയാത്ത് വാക്സിൻ. ചൈനയുമായി സഹകരിച്ച് UAE നിർമ്മിക്കുന്ന കോവിഡ് വാക്സിനാണ് ഹയാത്ത് വാക്സിൻ. ആമസോൺ മേധാവിയായ ജെഫ് ബെസോസ് 2021 ഫോബ്സ് വേൾഡ് ബില്യണയർ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത്. ആമസോൺ മേധാവിയായ ജെഫ് ബെസോസ് 2021 ഫോബ്സ് വേൾഡ് ബില്യണയർ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത്. മലയാളികളിൽ 1ാം സ്ഥാനത്തെത്തിയത് MA യൂസഫ് അലി. 2021 ഫോബ്സ് വേൾഡ് ബില്യണയർ ലിസ്റ്റിൽ മലയാളികളിൽ 1ാം സ്ഥാനത്തെത്തിയത് MA യൂസഫ് അലി. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച രാജ്യം നോർത്ത് കൊറിയ. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് നോർത്ത് കൊറിയ. ലോകത്ത് ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള COVID-19 വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യമാണ് റഷ്യ. ലോകത്ത് ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള COVID-19 വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യം റഷ്യ. 2021 ലോക പുസ്തക തലസ്ഥാനമായി ജോർജിയയിലെ ടിബിലിസി തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജിയയിലെ ടിബിലിസി. 2021 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജിയയിലെ ടിബിലിസി. റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പ്രധാനമന്ത്രി കോളി നെറ്റ് മക്കോസ്ലോ. റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പ്രധാനമന്ത്രി കോളി നെറ്റ് മക്കോസ്ലോ. കോളി നെറ്റ് മക്കോസ്ലോ റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായി. ഓക്സ്ഫോർഡ് സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റായി ഇന്ത്യൻ വംശജയായ അൻവി ഫൂട്ടാനി തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്സ്ഫോർഡ് സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റായി ഇന്ത്യൻ വംശജയായ അൻവി ഫൂട്ടാനി തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 മിസ് യൂണിവേഴ്സ് കിരീടം മെക്സിക്കോയിലെ ആൻഡ്രിയ മെസ സ്വന്തമാക്കി. 2021 മിസ് യൂണിവേഴ്സ് കിരീടം മെക്സിക്കോയിലെ ആൻഡ്രിയ മെസ. 2021 മിസ് യൂണിവേഴ്സ് കിരീടം മെക്സിക്കോയിലെ ആൻഡ്രിയ മെസ സ്വന്തമാക്കി. ഇത്രയും കറണ്ട് അഫേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. 2022 ജനുവരിയിൽ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PSC ബുള്ളറ്റിൻ്റെ മറ്റ് കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.